ലാലേട്ടൻ അനിമോളോട് അനീഷ് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യം ഇന്നലെ ചോദിച്ച്. അപ്പോൾ ആദ്യം ലാലേട്ടൻ ചോദിക്കുന്നത് എന്തുണ്ട് അനിമോൾ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം അനിമോളിങ്ങനെ പതുക്കെ പറയും നല്ല വിശേഷം ലാലേട്ടാ എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു വരവും കൂടി വരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു ലാലേട്ട അത് 1.5 വർഷത്തിനുള്ളിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം ലാലേട്ടൻ തീർച്ചയായിട്ടും വരണമെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ ചോദിച്ചു അനീഷ് അങ്ങനെ ചോദിച്ചപ്പം അനിമോൾക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ലാലേട്ട. ഒരാൾ നമ്മളെ ഇഷ്ടമാണെന്ന് അറിയിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇഷ്ടമാണ്. കാരണം ഇഷ്ടമാണെന്ന് ഒരാൾ വെറുതെ പറയില്ലല്ലോ. നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കി നമ്മളെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് മാത്രമാണല്ലോ ഒരാൾ നമ്മളോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നു അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുമല്ലോ. അപ്പം അതേ ലാലേട്ടാ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മുഖത്ത് കണ്ടായിരുന്നെന്ന് പറയുന്നത്. ഇങ്ങനെ അനീഷേട്ടൻ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ മുഖത്ത് നോക്കി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അനിമോളോട് അടുത്ത ചോദ്യം ലാലേട്ടൻ ചോദിച്ചത് അനീഷേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. അപ്പോൾ അനിമോൾ പറഞ്ഞ് നല്ല മനുഷ്യനാണ്, നല്ല അഭിപ്രായമാണ് എനിക്ക്. ആദ്യം വന്ന പോലല്ല അനീഷേട്ടൻ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പം ലാലേട്ടൻ പറഞ്ഞ് ആ ഒരു മാറ്റങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അതിന് കാരണക്കാരി അനിമോളാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല ഞാനല്ലെന്ന് പറയുന്നത്. അപ്പോൾ അക്ബറൊക്കെ പറഞ്ഞ് അതേ, ഷാനവാസും എല്ലാവരും പറയുന്ന അതേ അനിമോൾ തന്നെയാണ് അനീഷേട്ടൻ ഇങ്ങനെ മാറാൻ കാരണമെന്ന് പറയുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അനിമോൾക്കാന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇല്ലില്ല അനിമോൾ തന്നെയാണ്. കാരണം പല സമയങ്ങളിലും അനിമോൾ അനീഷേട്ടൻ്റെ അടുത്തോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അനീഷ് എണീറ്റ് മാറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അനിമോളിൽ ഇങ്ങനെ ലയിച്ച് തീരുമോ എന്നൊക്കെ ഓർത്താണ് അനീഷ് എണീറ്റ് മാറുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്.